ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ചില ആൾക്കാരെ എക്സ്പോസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ റീഡിങ് പല പ്രാവശ്യം ഇത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ അപ്പോഴൊക്കെ ഓരോ തവണയും എനിക്ക് ഇൻസൈറ്റ്സ് കിട്ടുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ആളുകളെ എക്സ്പോസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഞാനിതിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ശത്രുക്കളെ കുറിച്ചൊന്നും അല്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ ആൾക്കാരും, നിങ്ങളെ കെയർ ചെയ്യുന്ന പോലെ നിൽക്കുന്ന പല ആൾക്കാരും അവർ ശരിക്കും അങ്ങനെ ആകണം എന്നില്ല. സോ ആ ഒരു ടൈപ്പ് ഓഫ് ആളുകളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ റീഡിങ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത്തരം ഒരു ടോപ്പിക് ഇത് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തുടർന്ന് കണ്ടാൽ മതി. ആൻഡ് ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കളക്റ്റീവ് എനർജി എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു റീഡിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണം എന്നില്ല. ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് ദയവായിട്ട് കാണുക. ബിക്കോസ് ഈ ഒരു കാര്യം നമ്മളുടെ ലൈഫിൽ നമ്മൾ അറിയാതെ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കും. നമ്മളുടെ ലൈഫിലെ ഒരു നെഗറ്റീവ് എനർജി തരുന്ന എല്ലാ ആളുകളെയും റിമൂവ് ചെയ്താലും ഇവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഒരു ഈവിളായുടെ പ്രസൻസ്, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രസ് വന്നതിന് ശേഷം നമ്മുടെ ലൈഫിൽ നിന്ന് ആ പ്രോഗ്രസ് നഷ്ടപ്പെട്ടു പോകും. നമുക്കൊരു നേട്ടം വന്നിട്ട് അത് നമുക്ക് കൂടെ സസ്റ്റൈൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ ഇത്തരം ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരുടെ ഹിഡൻ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാരണം നമ്മളെ ആ ഒരു എനർജി അഫക്റ്റ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്ന് നിങ്ങൾക്കൊരു റിയാലിറ്റി ചെക്ക് നടത്താനായിട്ട് ഈ ഒരു റീഡിങ് വെച്ച് നിങ്ങൾക്ക് പറ്റും. അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് കളയാനും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് എന്ത് വഴിയാണ്, എങ്ങനെയാണ് നിങ്ങൾ നിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും ഈ ഒരു റീഡിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു മാസ്ക്ഡ് ഹെൽപ്പർ, മുഖംമൂടി ധരിച്ചിരിക്കുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ആക്ട് ചെയ്യുന്ന, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന, നിങ്ങളെക്കുറിച്ച് അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കാം, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കുറിച്ചായിരിക്കാം. അപ്പോൾ നമുക്ക് ആ റീഡിങ്ങുമായിട്ട് ടാരോയോട് ചോദിച്ചു നോക്കാം. ടാരോ പ്ലീസ് ഹെൽപ്പ് മീ. എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ജീവിതത്തിൽ ലൈഫിൽ ഇപ്പോൾ ഒരു ഹിഡൻ മാസ്ക് ധരിച്ചിട്ടുള്ള ഒരു വെൽ വിഷർ ഉണ്ടെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു റീഡിംഗ് ആണിത്. നിങ്ങളുടെ ലൈഫിൽ ഉള്ള ആ ഒരു ഹെൽപ്പർ, അവരുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാൻ പോകുന്നത്. നിങ്ങളെ സഹായിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങളെ കേൾക്കാൻ നിൽക്കുന്നുണ്ടാവാം, നിങ്ങളുടെ വിഷമങ്ങളെ ചിലപ്പോൾ കേൾക്കാൻ നിൽക്കുന്നുണ്ടാവാം. ബട്ട് അവരുടെ റിയൽ ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കാം. വാട്ട്സ് ദെയർ റിയൽ ഇൻറ്റൻഷൻ? വാട്ട്സ് ദെയർ റിയൽ ഇൻറ്റൻഷൻ? Number 1, what's their real intention? നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് അവർക്ക് സീക്രട്ട്ലി ഫീൽ ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് അവർക്ക് സീക്രട്ട്ലി ഫീൽ ചെയ്യുന്നത് എന്താണ്? നിങ്ങളോട് പറയുന്നതല്ല, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് അവർക്ക് സീക്രട്ട്ലി ഫീൽ ചെയ്യുന്നത് എന്താണ്? അവരുടെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് നോക്കാം. കാർഡ് നമ്പർ 2. നിങ്ങളുമായിട്ട് വളരെയധികം അടുത്തവർ ക്ലോസ് ആയിട്ട് വരാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് അവർ ക്ലോസ് ആയിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് അവർ വളരെ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം, മെസ്സേജ് ചെയ്യുന്നുണ്ടാവാം. സോ അവരിങ്ങനെ ക്ലോസ് ആയിട്ട് വരാനുള്ള എൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കാം. കാരണം ഓക്കെ, ആൻഡ് അവർ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ നോക്കാം. അവരെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തപ്പോൾ, നിങ്ങളുടെ പ്രസൻസ് നിങ്ങളോട് എന്ത് പറയുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുക? ഓക്കെ, ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് ശരിക്കും കൊണ്ടുവരുന്ന എനർജി എന്താണെന്ന് നോക്കാം. ശരിക്കും എന്ത് എനർജിയാണ് അവർ നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്? എന്ത് എനർജിയാണ് അവർ നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്? എന്ത് എനർജിയാണ് അവർ നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അറിയേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അറിയേണ്ട കാര്യം എന്താണ്? എന്ത് കാര്യമാണ് ഈ ഒരു ബന്ധമായിട്ട് നിങ്ങൾ
മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അങ്ങനെ നമ്മളുടെ സ്പ്രെഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ഈ ആളുകളുടെ അവരൊരു മാസ്ക് ഹെൽപ്പർ ആണെങ്കിൽ അവരുടെ റിയൽ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, 6 ഓഫ് സോർട്സ് ആണ്. സോ നിങ്ങളെക്കുറിച്ച് അവർക്ക് സീക്രട്ട്ലി എന്താണ് ഫീൽ ചെയ്യുന്നത് നോക്കാം. ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വളരെ അടുത്തടുത്ത് അവർ വരുന്നത് എന്തുകൊണ്ടാണ്? 8 ഓഫ് സോർട്സ് ആണ്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അവർ മറയ്ക്കുന്നുണ്ടോ നോക്കാം. 3 ഓഫ് കപ്സ്. നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് എനർജിയാണ് അവർ കൊണ്ടുവരുന്നത് നോക്കാം. ടെമ്പറൻസ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു കണക്ഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഡെത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സോ നമുക്കൊരു ഡീറ്റെയിൽഡ് റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു റീഡിങ്ങിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന കാർഡ് 5 ഓഫ് വാണ്ട്സ് ആണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളായിരിക്കും. ഈവൻ അവിടെ എക്സിസ്റ്റ് ചെയ്തില്ലാത്ത പ്രശ്നങ്ങൾ പോലും അവർക്ക് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരാൻ പറ്റും. നിങ്ങൾക്കൊരു ഇന്നർ കോൺഫ്ലിക്റ്റ്, നിങ്ങളുടെ സമാധാനക്കേട് ഉണ്ടാക്കുക, നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി സ്ഥിരമായിട്ട് അവരുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും തമ്മിൽ കമ്പയർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഉള്ളിൽ നിങ്ങളോട് വളരെയധികം കോമ്പറ്റീഷൻ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ പുറമേ കാണിക്കണമെന്നില്ല. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എനർജി അല്ല എന്തായാലും. ആൻഡ് നമുക്കൊരു കാമായിട്ട് എന്തായാലും ഒരു എനർജി കാണുമ്പോൾ നമുക്കത് കിട്ടുന്നില്ല. ബിക്കോസ് നിങ്ങൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ സമാധാനമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവർക്ക് വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്ത് നിങ്ങളുടെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോട് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇത്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരായിരിക്കും ഇത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും നിങ്ങളോട് കമ്പാരിസൺ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഓരോ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോഴും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഇവരിൽ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നുണ്ടായിരിക്കും. ഇവർ പുറമേ നിങ്ങളോട് എന്തായാലും ചിരിച്ച് കാണിച്ചെന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കേണ്ട. ബിക്കോസ് അവരുടെ ഉള്ളിൽ ഈ പറയുന്നത് പോലെ ഒരു നിങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. സോ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുക, നിങ്ങളുടെ സന്തോഷങ്ങളെ അവരുടെ സന്തോഷം എന്നുള്ള രീതിയിൽ പറയുമെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ പല കാര്യങ്ങളിലും ഇമോഷണൽ സപ്പോർട്ടൊക്കെ തരുന്നൊരു വ്യക്തിയായിരിക്കും. പല കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷെ അവരുടെ റിയൽ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ്. ആക്ച്വലി ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരിക്കലും നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാനില്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു വ്യക്തിയെ മാനസികമായി സഹായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ അവരുടെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും കരകയറാനായിട്ടായിരിക്കും സഹായിക്കുക, അല്ലേ? പക്ഷെ ഇവിടെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാതെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടാക്കി തരിക ചെയ്യുന്നത്. ചിലപ്പോൾ ആളുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അത് ഫേസ് ചെയ്യുന്നതിന് പകരം അത് ഫേസ് ചെയ്യാതെ നിങ്ങളെ പറഞ്ഞു വിടുകയായിരിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇവരൊരിക്കലും നിങ്ങളോട് ഇമോഷണലി വളരെയധികം ക്ലോസ് ആയിരിക്കത്തില്ല. ശരിക്കും നിങ്ങൾക്കൊരു ഇമോഷണൽ ഹെൽപ്പ് വേണ്ട സമയത്ത് മേ ബി ഇവരുടെ പ്രസൻസ് ഉണ്ടാവണം എന്നില്ല. അതായത് നല്ല രീതിയിൽ പ്രസൻസ് ഉണ്ടാവണം എന്നില്ല. എല്ലാ കാര്യങ്ങളും കൺട്രോളിലാണ് പോകുന്നത്. വലിയ പ്രോഗ്രസ് ഒന്നും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യം അവരെപ്പോഴും ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കും. അതിനാണ് ഈ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ആളുകളെ അകറ്റുന്ന ഒരു വ്യക്തി ഇതായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഒരിക്കലും നിങ്ങളുടെയൊക്കെ ഒരു ഭയങ്കര സന്തോഷം വരും. ഇവർക്ക് ആ ഒരു രീതിയിൽ സന്തോഷിക്കാൻ പറ്റില്ല. ഇവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതൊരു പ്യുവർ സപ്പോർട്ടാണെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഇവർക്ക് തുടരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ബാക്കിയുള്ള ആളുകളെ എന്ന് അകറ്റണമെന്നും ആഗ്രഹമുണ്ട്. നിങ്ങൾ എല്ലാവരിൽ നിന്നും ഒരു ഡിസ്കണക്റ്റ് ആയി മൂവ് അവേ ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് നിൽക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം. ഓക്കെ, അവർ ശരിക്കും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീക്രട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു സർപ്രൈസിങ് കാർഡാണ് കേട്ടോ.
കാരണം അവർക്കൊരു മിക്സഡ് ഫീലിംഗ് ഉണ്ട് നിങ്ങളോട്. ഇടയ്ക്ക് നിങ്ങളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഇടയ്ക്ക് നിങ്ങളോട് കമ്പാരിസൺ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ വരുന്നതിനെക്കുറിച്ച് അവർ സീക്രട്ട്ലി അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് അവർ വീണ്ടും വീണ്ടും തിങ്ക് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ എനർജിയിലേക്ക് ചിലപ്പോൾ അവർ ഡ്രോൺ ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ എനർജിയെ മേ ബി അവർക്ക് അങ്ങനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മേ ബി നിങ്ങളുടെ എനർജിയിലേക്ക് അവർ ചില സമയത്ത് വീണു പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അവർ ഇൻസ്പയർഡ് ആവുന്നു. പ്രധാനമായിട്ട് നിങ്ങളുടെ ലവ് ലൈഫിലൊക്കെ ഇൻസ്പയർഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഫാമിലി, ഹാപ്പിനെസ്, ഇതിലൊക്കെ നിങ്ങൾ എത്ര കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ സ്വയം ഹാപ്പിനെസ്, സെൽഫ് ലവ് എന്ന് പറയുന്നൊരു കാര്യമൊക്കെ നിങ്ങൾക്ക് വരുന്നത് അതിനോടൊക്കെ അവർക്ക് ഒരു ഇൻസ്പിറേഷനും ഉണ്ട്. ഓക്കെ, പക്ഷേ അവർ ഇമോഷണലി വളരെയധികം അഫക്റ്റഡ് ആവാറുണ്ടെന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അതാണ് കാര്യം. നിങ്ങൾ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം, സ്നേഹം ഇതൊക്കെ കാണുമ്പോൾ ഇമോഷണലി അവർക്ക് അഫക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ കമ്പാരിസൺ മോഡിലായിരിക്കും. അവർ നിങ്ങളെ ഹെയ്റ്റ് ചെയ്യുന്നൊന്നുമില്ല, അവർക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ഹാപ്പിനെസ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സന്തോഷമൊക്കെ അവരെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ട്രിഗർ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് ഗുണം? അവർക്ക് എന്തുകൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്? ഒരു ഗുണവും ഇല്ലാതെ അവർ നിൽക്കില്ല. ഈ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ തന്നെ ഭയങ്കര സ്റ്റക്കായി പോയിട്ടുള്ള ആൾക്കാരാണ്. മെൻ്റലി ഭയങ്കര സ്റ്റക്കായിട്ടുള്ള ആളുകളാണ്. ആൻഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുമ്പോഴാണ് അവരുടെ പ്രശ്നത്തിൽ നിന്നൊന്ന് ഒളിച്ചോടുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയാനായിട്ട് വലിയ വ്യഗ്രതയായിരിക്കും. ഓക്കെ, നിങ്ങളെ ഇമോഷണലി ഡിസ്ട്രാക്റ്റ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക, നിങ്ങളെ ഒരു എന്താ പറയുക മെൻ്റൽ ട്രാപ്പിലാക്കുക എന്ന് പറയും. അങ്ങനെ ഒരു എനർജിയാണ് അവർക്കുള്ളത്. ഓക്കെ, ശരിക്കും റിയാലിറ്റി എന്താണോ അതായിരിക്കത്തില്ല അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനേക്കാളും കൂടുതൽ അവർക്ക് നിങ്ങളുടെ ലൈഫിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതായിരിക്കും അവർ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരിക്കും നിങ്ങളെ ഒരു ട്രാപ്പിലാക്കാൻ നോക്കുന്നുണ്ട്, മെൻ്റൽ ട്രാപ്പിൽ. അതായത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യം പോലും ചിലപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു തരും, അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. കാരണം അവർ തന്നെ അവരുടെ ലൈഫിൽ ട്രാപ്പിലാണ്. സോ അവർക്ക് നിങ്ങളും അങ്ങനെ തന്നെ ഇരിക്കുന്നതിനോടാണ് താല്പര്യം. നിങ്ങളുടെ ലൈഫിൽ അവരെന്താണ് സീക്രട്ടായിട്ട് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് നോക്കിയപ്പോൾ ഇതൊരു ബിഗ് ട്രാപ്പാണ് കേട്ടോ. ഇത് പറയുന്നത് നിങ്ങളെക്കുറിച്ച് അവർ ഗ്രൂപ്പുകളിൽ സംസാരിക്കാറുണ്ട്. മേ ബി നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളും അവരും മാത്രം, അങ്ങനെയായിരിക്കും. ഒരിക്കലും അല്ല. കാരണം നിങ്ങൾക്കിടയിൽ മറ്റാളുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് അവർ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, അത് ആഘോഷിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ആഘോഷിക്കുന്നുണ്ട്, അതിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. അതായത് നിങ്ങളായിട്ടല്ല മറ്റുള്ള ഗ്രൂപ്പുകളിലും ആളുകൾക്കിടയിലും ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വേറൊരു വേർഷനായിരിക്കും അവർ പറഞ്ഞു കൊടുക്കുന്നത്. മേ ബി നിങ്ങൾ പുറത്ത് എങ്ങനെയാണോ കാണിക്കുന്നത് അതായിരിക്കില്ല ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടാവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഗ്രൂപ്പുകളിൽ ചർച്ചയാക്കുന്നുണ്ട്, അവരതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. സോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇവരോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും അവർക്കും ഇടയിൽ മാത്രമല്ല നിൽക്കുന്നത്, അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ അത് പല രീതിയിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളില്ലാത്ത സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ്? സോ ഇത് റിവേഴ്സ് കാർഡാണ്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി ജംപ്ഡ് ഔട്ട് ആണ്. ആൻഡ് ഇവർ നിങ്ങളില്ലാത്ത സമയത്ത് കൂടുതൽ പറയുന്നതും നിങ്ങളുടെ സ്ട്രഗിൾസിനെ കുറിച്ചായിരിക്കും, നിങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച്. ഓക്കെ, മേ ബി നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലെ നെഗറ്റീവ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെ അല്ല, ഒരുപാട് പ്രശ്നങ്ങളുള്ള ലൈഫാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ പറയുക. അവർ നിങ്ങളെ പ്രൈസ് ചെയ്യുന്നുണ്ടായിരിക്കും ചില സമയത്ത്. നിന്നെ സമ്മതിക്കണം, നീ ഇതൊക്കെ സ്ട്രഗിൾ ചെയ്ത് കടന്നു വന്ന് നീ ഇതിൽ നിൽക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ടാവും. എന്തായാലും നീ രക്ഷപ്പെടും, നീ ചെയ്യുന്നതിന് നല്ലതെന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് ഇതെല്ലാം തിരിച്ചു വരും. ഓക്കെ,
അവരുടെ വാക്കുകളിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. കാരണം അവർ ആ ഒരു സാഹചര്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരെ അങ്ങനെ കംപ്ലീറ്റ്ലി അവർ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കേണ്ട. പക്ഷേ ഈ ആൾക്കാർക്ക് നിങ്ങളോട് വെറുപ്പൊന്നും അല്ല ഉള്ളത്. ബട്ട് അവരെ കുറേ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് താനും. ഓക്കെ, അവരത്ര ലോയൽ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. ആൻഡ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ടെമ്പറൻസ് ആണ്. ഇതൊരു കൺഫ്യൂസിങ് പാർട്ടാണ്. അവർ ആക്ച്വലി നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ ചില സമയത്തൊക്കെ കാംനെസ് കൊണ്ടുവരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നീ ഇങ്ങനെ പറഞ്ഞു തരും നിങ്ങൾക്ക്. അതായത് ചിലപ്പോൾ നീ രക്ഷപ്പെടും, നീ ചെയ്യുന്നതിന് നിനക്ക് നല്ലത് കിട്ടും, അങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞു തരും. ഓക്കെ, പക്ഷേ ട്രിഗർ ആവുന്ന സമയത്ത് നേരെ തിരിയുകയും ചെയ്യും. ഓക്കെ, ഇവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കൺട്രോൾഡ് ആൻഡ് കാൽക്കുലേറ്റഡ് ആയിരിക്കും. അവർക്ക് കൃത്യമായിട്ട് എവിടെ നിങ്ങളെ ട്രിഗർ ചെയ്യണം, എവിടെ എങ്ങനെ പറയണം എന്നൊക്കെ ഒരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കാൻ അറിയാം. എങ്കിലും നിങ്ങളുടെ ലൈഫിൽ കുറേ സമയത്ത് നിങ്ങൾക്ക് കാംനെസ് കൊണ്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരെ യാതൊരു സംശയം ഉണ്ടാവില്ല. ഓക്കെ, ഇവർ നിങ്ങളുടെ ലൈഫിനെ ഓപ്പൺ ആയിട്ട് എല്ലാവരുടെയും മുന്നിലൊന്നും വെച്ചിട്ടൊന്നും ഒരിക്കലും നിങ്ങളെ ഒരു രീതിയിലും എന്ത് ചെയ്യില്ല, ഡിസ്റ്റർബ് ചെയ്യുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പക്ഷെ ഒരു ഇംബാലൻസ് കൊണ്ടുതരാൻ ഇവർക്ക് പറ്റും. മനസ്സിലായോ? അതായത് ഇടയ്ക്ക് നിങ്ങളെ ഇങ്ങനെ ട്രിഗർ ചെയ്യിക്കാൻ പറ്റും. നിങ്ങൾ വളരെ ക്ഷമയിലേക്ക് സന്തോഷത്തിലേക്ക് പോകുന്നൊന്നും വലിയ താല്പര്യം കാണില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ ഒരു നിങ്ങളുടെ മെൻ്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി അങ്ങനെ നിൽക്കുന്ന ഒരാൾക്കാരാണിത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡെത്ത് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇത് വളരെ ക്ലിയർ ആണ്. അതായത് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ റെഡി ആവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് എൻഡിങ് ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുക. ഓക്കെ, നിങ്ങൾക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ അവരോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് നിങ്ങളുടെ ഗ്രോത്തിനെ നിങ്ങൾ തടയാതിരിക്കുക. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിക്കൊക്കെ ഒരു എൻഡിങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ഈ ആൾക്കാർക്ക് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, സോ ആ ഒരു കോമ്പറ്റീഷൻ ഇങ്ങനെ ഉള്ളിൽ നിലനിൽക്കുകയും ഇപ്പോൾ പുറമേ കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, അത് ഇങ്ങനെ ഉള്ളിൽ വെച്ച് നിൽക്കുമ്പോൾ നിങ്ങളെ തന്നെ ആയിരിക്കും അത് എഫക്റ്റ് ചെയ്യുക. ഇനി ഒരിക്കലും നിങ്ങളുടെ തീരുമാനങ്ങളെ ഇവർ ഇടപെടാൻ അനുവദിക്കരുത്. ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റുകാരാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് അവെയർ അല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ആൾക്കാരും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശരിയാണോ വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരല്ല. നിങ്ങൾ നിങ്ങളുടെ പീസിനെ പ്രൊട്ടക്റ്റ്, നിങ്ങളുടെ സമാധാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക. എല്ലാ ആളുകളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ യോഗ്യതയുള്ളവരല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.